ഹായ് ഓൾ, 10th പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൽ നമുക്കാദ്യം ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തതാണ് ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ്. രണ്ടാമത്തത് ലെൻസുകൾ. മൂന്നാമത്തത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. നാലാമത്തത് വൈദ്യുതിയുടെ കാന്തികഫലം. ഈ 4 ചാപ്റ്റേഴ്സാണ് പാർട്ട് 1 വരുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ശബ്ദ തരംഗങ്ങൾ. അപ്പോൾ ശബ്ദ തരംഗങ്ങളിനകത്ത് ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത് ടീച്ചറും കുട്ടികളും കൂടെ ഒരു പാർക്കിൽ ട്രിപ്പ് പോയ സമയത്ത് ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിലാടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ക്യൂ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിൽ ഒരാൾ ഊഞ്ഞാലിരിക്കുന്നുണ്ട്. ആ കുട്ടി പറയുന്നത് അതിന് മുന്നേ തൊട്ടടുത്തിരിക്കുന്നത്, അതായത് അടുത്തതായിട്ട് ഊഞ്ഞാലാടേണ്ട കുട്ടി പറയുന്നത്, ഈ കുട്ടി 10 പ്രാവശ്യം അല്ലെങ്കിൽ 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ഊഴമാണ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഊഞ്ഞാലിലുള്ള കുട്ടി എന്താ പറയുന്നത്, 5 ആട്ടമേ ആയുള്ളൂ ടീച്ചർ. ടീച്ചർ പറഞ്ഞാൽ ശരിയാണ്, 5 ആട്ടമേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ ഊഞ്ഞാലാടുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ആട്ടം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്വിങ് എന്നുള്ളത് എങ്ങനെ കണക്കൂട്ടുക? നമ്മൾ നോർമലി സെൻറ്ററിൽ ഊഞ്ഞാലിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ കയറുക അല്ലേ. ഇങ്ങനെ കയറിയിട്ട് പുറകുന്ന ആരെങ്കിലും വന്ന് തള്ളിത്തന്നാൽ ആ സ്ഥാനത്തെ നമ്മൾ ആദ്യം കയറിയിരിക്കുന്ന സ്ഥാനത്തെ തുലന സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ആ സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും വന്ന് ഫ്രണ്ടിലോട്ട് തള്ളി, അപ്പോൾ ഫ്രണ്ടിലോട്ട് മാക്സിമം വന്ന് പിന്നെ ആ തുലന സ്ഥാനത്തേക്ക് തിരിച്ചു പോയി പിന്നെ ബാക്കിലോട്ട് പോയി പിന്നെയും തിരിച്ച് ഫ്രണ്ടിലോട്ട് വരുമല്ലേ ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് ഈ നിൽക്കുന്ന കുട്ടി എങ്ങനെ എണ്ണീട്ടുണ്ടാവുക? മുന്നിലോട്ട് പോയി തിരിച്ച് ആ തുലന സ്ഥാനത്തേക്ക് തന്നെ, അതായത് നമ്മൾ നോർമലി ഊഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുന്ന പൊസിഷനിൽ എവിടെയാണോ ആ സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പം 1 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇനി പുറകിലോട്ട് പോയി തിരിച്ച് അതേ സ്ഥാനത്ത് വരുമ്പോൾ 2 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. അങ്ങനെ 10 ആട്ടമാണ് ആ നിൽക്കുന്ന കുട്ടി എണ്ണിയത്. പക്ഷേ ആ ഇരിക്കുന്ന കുട്ടി എങ്ങനെയാണ് ഒരാട്ടത്തെ കണക്കാക്കിയത്? ഫ്രണ്ടിലോട്ട് പോയി തിരിച്ച് തുലന സ്ഥാനത്ത് വന്ന് ബാക്കിലോട്ട് പോയി തിരിച്ച് അവിടെ തന്നെ വന്നു. അപ്പം അങ്ങനെയുള്ള, അതായത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി 2 വശത്തോട്ടും പോയി തിരിച്ച് അതേ വശത്തേക്ക് എത്തുന്ന സമയത്താണ് ഒരു ഓസിലേഷനായിട്ട് കണക്കാക്കുന്നത് അല്ലേ. ടീച്ചറും പറയുന്നു അത് ശരിയാണെന്ന്. അപ്പോൾ ഒരു ദോലനം അല്ലെങ്കിൽ ഒരാട്ടം കംപ്ലീറ്റ് ആവുന്നത് എപ്പോൾ? ഫ്രണ്ടിലോട്ട് പോയി തുലന സ്ഥാനത്ത് തിരിച്ച് വന്ന് പുറകിലോട്ട് പോയി അവിടെ തന്നെ. പിന്നെ നിങ്ങൾ പെൻഡുലം കണ്ടിട്ടുണ്ടോ? പെൻഡുലം അല്ലെങ്കിൽ ഈ പെൻഡുലം ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? ചില സിനിമയിലല്ലേ, പ്രേതത്തിൻ്റെ സിനിമയിലാണ് മെയിനായിട്ട് ഉണ്ടാവുക. 12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിങ് ടിങ് എന്നും പറഞ്ഞിട്ട് സൗണ്ട് ആകുന്നത്. ഓരോ മണിക്കൂർ കഴിയും തോറും 1 മണിയാണെങ്കിൽ ടിങ് 1 മണിക്ക് 1 പ്രാവശ്യം അടിക്കും. ഒരു 5 മണിയാണെങ്കിൽ ടിങ് 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 എന്ന് പറഞ്ഞിട്ട് 5 പ്രാവശ്യം അടിക്കും. അങ്ങനെയുള്ള പെൻഡുലം ക്ലോക്ക്. അല്ലെങ്കിൽ നോർമൽ പെൻഡുലം. പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പെൻഡുലത്തിൻ്റെ പെൻഡുലം ക്ലോക്കിൻ്റെ ചിത്രമുണ്ട്. ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചിത്രം. ഇത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചിത്രം, ഇത് പെൻഡുലം ക്ലോക്കിൻ്റെ ചിത്രം. പഴയ കാലത്തെ പെൻഡുലം ക്ലോക്കുകളിൽ 99.35 സെൻറ്റിമീറ്റർ നീളമുള്ള പെൻഡുലം ഉപയോഗിച്ചിരുന്നു. ഇതാണ് പെൻഡുലം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൻ്റെ മുകൾ വശത്ത് ഒരു നൂല് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നൂല് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ താഴെ വശത്ത് എന്താ ഉള്ളത്? ഒരു ബോബുണ്ട്, ഒരു ഇരുമ്പിൻ്റെ ബോളുണ്ട്. ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങോട്ട്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ ആട്ടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു വശത്തോട്ട് പിടിച്ച് ഇങ്ങനെ ഒരു വശത്തോട്ട് നീക്കിയിട്ട് കയ്യങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആടാൻ വേണ്ടി തുടങ്ങും, അല്ലെങ്കിൽ ദോലനം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് വന്ന് സെൻറ്ററിലോട്ട് പോയി പിന്നെയും റൈറ്റിലോട്ട് വന്ന് പിന്നെ സെൻറ്ററിലോട്ട് എത്തുന്ന സമയത്താണ് ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ആട്ടം കംപ്ലീറ്റ് ആവുന്നത്. അതേപോലെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഊഞ്ഞാലിൻ്റെ കേസും. ഓക്കെ അല്ലേ? അപ്പം ഊഞ്ഞാലാടുന്ന കുട്ടിയുടെ മറുപടിയെ ടീച്ചർ ശരിവെച്ചത് എന്തുകൊണ്ടായിരിക്കും? ഊഞ്ഞാലാട്ടം എണ്ണേണ്ടത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതിനകത്ത് ഒരു 2-3 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരമാണ്? ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൽ ചലിക്കുന്നത് ഏത് രീതിയിലാണ്? വർത്തുളം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? വൃത്താകൃതിയിൽ. നമ്മൾ മറ്റേ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങുന്ന രീതിയിലുള്ള കുറേ ചെയേഴ്സ് ചുറ്റിലോട്ടിട്ട് നമ്മൾ വട്ടം കറക്കി വിടൂലേ, അങ്ങനെയാണോ അല്ലെങ്കിൽ ദോലനമാണോ? ദോലനം എന്ന് വെച്ചാൽ ക്രമമായ ഇടവേളകളിൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം, ഒരു പ്രത്യേക ബിന്ദുവിനെ ആസ്പദമാക്കിയിട്ട് അതിനെയാണ് നമ്മൾ തുലനസ്ഥാനം എന്ന് വിളിക്കുക. ആ ബിന്ദുവിനെ അവിടുന്ന് മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം.
കാക്ക ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ടല്ലോ. നോക്കാം. ഓക്കെ, ഇനി ഊഞ്ഞാലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം ശ്രദ്ധിക്കൂ. കണ്ടില്ലേ ഒരു രേഖാചിത്രം? ഒ എ ബി എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന ചെറിയ അക്ഷരം എ ആണ്. ഒയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, ചെറിയ അക്ഷരം എ തന്നെ. അപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് സൂചിപ്പിച്ചിട്ടുള്ള എ എന്ന് പറയുന്നത് എത്രയോ ആവാം. എത്രയാ 1 മീറ്റർ ആകാം, അല്ലെങ്കിൽ 1.5 മീറ്റർ ആകാം, എത്രയോ ആവാം. നമ്മൾ ആട്ടുന്ന സ്പീഡ് പോലെ ഇരിക്കും. ഓക്കെ, ഇനി ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ തുലന സ്ഥാനം ഏതാണ്? സ്വതന്ത്രാവസ്ഥ എന്ന് വെച്ചാൽ അത് അനങ്ങാണ്ട് നിൽക്കുമ്പം അതെവിടെയാണോ നിൽക്കുന്നത്? സെൻറ്ററിലല്ലേ. അപ്പം ആ പോയിൻ്റ് എന്താ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓ. അപ്പോൾ തുലന സ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനമാണ് എന്ത്? ഓ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഊഞ്ഞാലിൻ്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത് ഏതാ? ഓ എന്ന് പറയുന്ന പൊസിഷൻ, ഓ എന്ന് പറയുന്ന സ്ഥാനമാണ്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഇത് എക്സാമിന് ചോദിക്കുന്ന നിർബന്ധമില്ല, പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനം. എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം? ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം അഥവാ ഓസിലേഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എബൌട്ടായിട്ട് പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ ബോത്ത് സൈഡ്സിലും മൂവ് ചെയ്യുന്നു ഒരു വസ്തു. ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ ബോത്ത് സൈഡ്സ് എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ ഇൻ പർട്ടിക്കുലർ ഇൻ്റർവെൽസ്. അതാണ് ഓസിലേഷൻ. ഓക്കെ, ഇനി ചിത്രത്തിൽ തുലന സ്ഥാനത്തു നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? ഏതാടാ തുലന സ്ഥാനം? ഓ അല്ലേ. ഓയിൽ നിന്ന് എ എന്ന് പറയുന്നത് ഒരു വശമാണ്, ബി എന്ന് പറയുന്നത് മറ്റേ വശമാണ്. അപ്പോൾ ഒ മുതൽ എ വരെയുള്ള പരമാവധി ദൂരം എത്രയാ? സ്ഥാനാന്തരം എത്രയാ? എ, സ്മോൾ ലെറ്റർ എ അല്ലേ. ഇനി ഒയിൽ നിന്ന് ബിയിലോട്ട് മറ്റേ വശത്തോട്ടുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാ? അതും സ്മോൾ ലെറ്റർ എ തന്നെ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചേ? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? തുലന സ്ഥാനം ഒയിൽ നിന്ന് ഒരു വശം എന്ന് പറഞ്ഞാൽ എ എടുക്കാം, ബി എടുക്കാം, ഏത് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് എ എടുക്കാം. എയിലേക്കുള്ള പരമാവധി സ്ഥാനാന്തരം, ഒയിൽ നിന്ന് എയിലോട്ടുള്ള പരമാവധി ദൂരം എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ തന്നെയല്ലേ, സ്മോൾ ലെറ്റർ എ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ദോലനത്തിൻ്റെ 2-3 ടേംസ്, ദോലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2-3 ടേംസ് ആണ് പരിചയപ്പെടുന്നത്. അതിലൊന്നാമത്തതാണ് ആയതി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം സ്മോൾ ലെറ്റർ എ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കോ, ആയതിൻ്റെ ഡെഫിനേഷൻ, ആയതിൻ്റെ നിർവചനം നോക്കിക്കോ. തുലന സ്ഥാനത്തു നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. നമ്മൾ മുകളിൽ പറഞ്ഞ സാധനം തന്നെയല്ലേ. തുലന സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രാവസ്ഥയിൽ കമ്പനം അല്ലെങ്കിൽ ദോലനം ആരംഭിക്കുന്ന സമയം, അതായത് ആരും ഊഞ്ഞാലിലില്ല, ഊഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുന്ന, അപ്പോൾ എങ്ങനെയാണ്? നേരെ കുത്തിനല്ലേ ഉള്ളത്, അതാണ് തുലനസ്ഥാനം. അവിടെ നിന്ന് ഒരു വശത്തേക്ക് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഊഞ്ഞാൽ ഫ്രണ്ടിലോട്ടാടി പിന്നെ സെൻറ്ററിൽ വന്ന് പുറകിലോട്ട് പോയി, അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എത്ര ദൂരം വരുന്നുണ്ട് മാക്സിമം. ഇനി സെൻറ്ററിൽ നിന്ന് പുറകിലോട്ട് മാക്സിമം എത്ര ഡിസ്റ്റൻസ്? രണ്ടും സെയിം ആയിരിക്കില്ലേ, ഒരേ രീതിയിൽ. നമ്മൾ പിന്നെ ആട്ടി കൊടുക്കുന്നില്ലെങ്കിൽ ആദ്യം ആട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള അതേ ദൂരമാണ് ബാക്കിലോട്ടും പോവുക. പിന്നെ കുറച്ച് സമയം കഴിയുന്തോറും അത് കുറഞ്ഞു വരും. പക്ഷേ എന്നാലും ഫ്രണ്ടിലോട്ട് പോകുന്ന അത്രയും ദൂരം ബാക്കിലോട്ട് പോകും. പിന്നെ അടുത്തതാണ് പിന്നെ കുറയുന്നത്, ഫ്രണ്ടിലോട്ട് കുറഞ്ഞു ബാക്കിലോട്ട് അതേ ദൂരം, ആ കുറഞ്ഞ അതേ ദൂരം. പിന്നെ മൂന്നാമത്തേൽ പിന്നെ കുറച്ചുകൂടി കുറയും, ഫ്രണ്ടിലോട്ട് എത്രയാണോ ഉള്ളത് അതേ ദൂരം ബാക്കിലോട്ടും ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നതാണ്. ഇനി ആദ്യത്തെ കുറച്ച് ആട്ടങ്ങൾ കറക്റ്റായിട്ട് ഒരേ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരേ ദൂരം പോവും. കുറച്ച് കഴിയുമ്പോഴാണ് കുറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ആയതി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും എ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുണ്ടാവുക? ആംപ്ലിറ്റ്യൂഡ് എന്നല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എ.
നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. നമ്മൾ കൂടുതലും ഈ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ എഴുതുന്ന അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണോ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരമായിരിക്കും. നമ്മളിപ്പോൾ യൂണിറ്റൊക്കെ എഴുതൂലേ, ന്യൂട്ടൻ്റെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാ? N. ആംബിയറിനെ സൂചിപ്പിക്കുന്നത് A. അങ്ങനെയുള്ള യൂണിറ്റൊക്കെ എഴുതുന്ന സമയത്ത് എഴുതുന്ന അതേ രീതിയിലാണ് ഇവിടെ എഴുതുന്നത്. ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ എ. ഇനി ആയതിയുടെ SI യൂണിറ്റ്, അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ മാസിനെ ക്യാപിറ്റൽ M വെച്ച് സൂചിപ്പിച്ചു, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് എന്ന് പറയുന്ന പോലെ ആംപ്ലിറ്റ്യൂഡ് A വെച്ച് സൂചിപ്പിച്ചു സ്മോൾ ലെറ്റർ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? മീറ്ററാണ്. നമുക്കറിയാം ലെങ്ത് അല്ലെങ്കിൽ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. എന്താ ഈ അടിസ്ഥാന യൂണിറ്റ്? അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ നീളത്തിന്, ഇപ്പം നമ്മൾ പൂവൊക്കെ വാങ്ങാൻ പോയാലും മുല്ലപ്പൂവൊക്കെ വാങ്ങാൻ പോയാൽ 1 മുഴം പൂ എന്നല്ലേ പറയാം. ഇതേ സാധനം നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി വേറെ എന്തെങ്കിലും ലെങ്ത്ത് അളന്നിട്ട് വാങ്ങേണ്ട സാധനത്തിന് 1 മുഴം ഇത് അല്ലെ 2 മുഴം ഇത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? ഇല്ല. കാരണം മുഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം ഉപയോഗിച്ച് വരുന്ന ഒരു അളവാണ്, ഒരു യൂണിറ്റാണ് അല്ലേ. പക്ഷേ ഇംഗ്ലണ്ടിലോ അല്ലെ ജർമ്മനിയിലോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ജപ്പാനിലോ പോയി കഴിഞ്ഞാൽ ഇതേ യൂണിറ്റ് അവിടെ ഉപയോഗിക്കില്ല, അവർക്കറിയില്ല, പരസ്പരം അറിയില്ല. അതുപോലെ നമുക്കറിയാത്ത അവർ ഉപയോഗിക്കുന്ന യൂണിറ്റുകളും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ പല അളവുകളും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട്? മാസ് ഉണ്ട്, ടൈം ഉണ്ട്, ലെങ്ത് അല്ലെങ്കിൽ നീളമുണ്ട്, പിന്നെയോ കറണ്ട് ഉണ്ട് അല്ലേ. വൈദ്യുത പ്രവാഹ തീവ്രതയുണ്ട്, പ്രകാശ തീവ്രതയുണ്ട്, താപനിലയുണ്ട്, വസ്തുക്കളുടെ പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, നമ്മൾ ഇത്ര മോൾ HCl എടുത്തു അങ്ങനെയൊക്കെ പറയൂലേ. അങ്ങനെ പലതരത്തിലുള്ള അളവുകളുണ്ട്. ഇങ്ങനെ 7 അളവുകളാണ് അടിസ്ഥാന അളവുകളായിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ചിലപ്പോൾ അതൊന്നും ഓർമ്മയുണ്ടാവില്ല, അത് സ്വാഭാവികം. ഓക്കെ, ഇനി അപ്പം ഇങ്ങനെ 7 അടിസ്ഥാന അളവുകളുണ്ട്. ഈ ഓരോ അളവിനും 7 ഓരോ അടിസ്ഥാന യൂണിറ്റുകൾ, അതായത് 7 അടിസ്ഥാന അളവുകൾ, 7 അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ദൂരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. ഇനി അതിൻ്റെ 7 ഓർമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ വേണമെന്നുള്ളവർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ്. സിസ്റ്റം ഇൻ്റർനാഷണലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി അംഗീകരിക്കുന്ന യൂണിറ്റ്സിൻ്റെ ഒരു സമ്പ്രദായം. അതാണ് SI യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് ആയതി? അത് നോക്കാണ്ട് പറഞ്ഞു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒന്നിത് വായിച്ച് നോക്കിയിട്ട് പിന്നെ ഒന്ന് നോക്കാണ്ട് പറഞ്ഞു നോക്കാം. അപ്പോൾ എന്താണ് ആയതി? ഓക്കെ അല്ലേ. തുലന സ്ഥാനത്ത് നിന്ന്, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം, അത്രയും പഠിച്ചാൽ മതി. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ആംപ്ലിറ്റ്യൂഡ് എന്നായതുകൊണ്ട് സ്മോൾ ലെറ്റർ എ, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിച്ചോ. നമ്മൾ പഠിച്ച സാധനം, മനസ്സിലാക്കിയ സാധനം, അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ പറയണം. ഊഞ്ഞാൽ ഒരു ആട്ടം അല്ലെങ്കിൽ ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരാട്ടം പൂർത്തിയാക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ സാധനം ശ്രദ്ധിച്ചിട്ട് ആൻസർ പറയാം. 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ, അതായത് ഓയിൽ നിന്ന് ഒരു വശത്തേക്ക് മാക്സിമം പോയി തിരിച്ച് അതേ ഓയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഓയിൽ നിന്ന് എയിലെത്തി ഒരു വശത്തേക്ക് പോയി അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. ഓയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോയി പിന്നെ തിരിച്ച് വന്ന് ബാക്കിലോട്ട് പോയി പിന്നെ സെൻറ്ററിലെത്തി. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ശരി? ഒരു ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോൾ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ മുന്നേ പറഞ്ഞതാ. ആൻസർ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേ, നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നോക്കാമല്ലോ. സിമ്പിൾ ചാപ്റ്റർ ഏടാ. ഓക്കെ, ഓപ്ഷൻ ബി 2ാമത്തെ ആണല്ലേ.
ആദ്യത്തേത് നമ്മൾ ആ ഊഞ്ഞാലാട്ടത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെയാണ്. ഫ്രണ്ടിലോട്ട് പോയി സെൻറ്ററിൽ എത്തുമ്പം ഒരാട്ടം നിന്ന കുട്ടി എണ്ണി. പക്ഷേ ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലോട്ട് പോയി പിന്നെയും സെൻറ്ററിലെത്തുമ്പം ഒരാട്ടം ടീച്ചറും ഇരുന്ന കുട്ടിയും എണ്ണി. അപ്പോൾ അതിലേതാ ശരി? രണ്ടാമത്തെ അല്ലേ? ഓക്കെ, സോറി, താഴെ എത്തിപ്പോയി. ഇത് ഇങ്ങനെ കണ്ടിന്യൂവേഷനായിട്ട് പോകുന്ന ചാപ്റ്ററാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാം. ബൈ ഹാർട്ട് പഠിക്കണം എന്ന് ഒരിക്കലും പറയൂല. മനസ്സിലാക്കി വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും പോർഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ബാക്കിലോട്ട് റീ അടിച്ച് കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് വീഡിയോ ആയിട്ടോ പ്രത്യേകം ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണല്ലോ ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്. കണ്ടോ, ക്വസ്റ്റ്യൻ മുകളിലുണ്ട്, ആൻസർ താഴെ തന്നെയുണ്ട്. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തുലന സ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പം ചിലവർ തന്നെ ഊഞ്ഞാലാടുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഊഞ്ഞാലിൽ കയറിയിരുന്ന് പുറകിലോട്ട് ഇങ്ങനെ പോയി പുറകുന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നിങ്ങൾ ഊഞ്ഞാലാടിയവരുണ്ടാവില്ലേ? മിക്കവാറും എല്ലാവരും ആടിയിട്ടുണ്ടാവും. അപ്പോൾ ഊഞ്ഞാൽ ആട്ടിത്തരാൻ ആരുമില്ല, നമ്മളെന്ത് ചെയ്യും? നമ്മൾ തന്നെ കയറിയിരുന്ന് പുറകിലോട്ട് ഇങ്ങനെ നമ്മളെ കാല് ജസ്റ്റ് താഴെ കുത്തിപ്പോയി ഒറ്റയാട്ടമായിരിക്കും അല്ലേ? ഫ്രണ്ടിലോട്ട് ആഞ്ഞൊരാട്ടം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് ആട്ടം ബാക്കിൽ നിന്നല്ലേ അല്ലേ? ബാക്കിലോട്ട് നടന്നു പോയി ബാക്കിലിങ്ങനെ ചെരിഞ്ഞ് നിന്ന് പിന്നെ അങ്ങ് കാല് റിലീസ് ചെയ്യും, കാലങ്ങ് പൊക്കും. അന്നേരമാണ് നമ്മൾ ആടാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ പുറകുനിന്നാണ് ആടുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പുറകുനിന്ന് ഫ്രണ്ടിലോട്ട്, പിന്നെ തിരിച്ച് സെൻറ്ററിൽ വന്ന് പിന്നെ പുറകിലോട്ട്. അതായത് നമ്മൾ എവിടെയാണോ തുടങ്ങിയത്, എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഇപ്പം ബാക്കിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്ന് പിന്നെയും ബാക്കിലെത്തുമ്പോഴാണ് ഒരു ദോലനം. ഇനി ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ, ഏറ്റവും മുന്നിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ബാക്കിലോട്ട് പോയി പിന്നെ സെൻറ്റർ വഴി ഫ്രണ്ടിലോട്ട് വരും. അതാണ് ഒരു ദോലനം. മനസ്സിലായോ? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എങ്ങനെ എണ്ണുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വശത്തേക്ക് പോയി മറ്റേ വശത്തേക്ക് പോയി സെൻറ്ററിൽ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഇനി ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലോട്ട് പോയി പിന്നെ സെൻറ്റർ വഴി ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു ദോലനം. ഇനി ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ ബാക്കിൽ നിന്ന് സെൻറ്റർ വഴി ഫ്രണ്ടിലോട്ട് വന്ന് ഫ്രണ്ടിൽ നിന്ന് സെൻറ്റർ വഴി ബാക്കിൽ അതേ പൊസിഷനിൽ തിരിച്ചെത്തുന്നതാണ് ഒരു ദോലനം. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, പറയുന്ന രീതിയിൽ, കാര്യത്തിലല്ല, കൺസെപ്റ്റെല്ലാം സെയിമാണ്, ക്ലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയുക. നമുക്കിത് പുതിയ ടെക്സ്റ്റാണ്, മാറിയ ടെക്സ്റ്റാണ് അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒന്നാമതേ 10ാം ക്ലാസ്സിൻ്റെ ടെൻഷൻ ഉണ്ടാവും. വീട്ടുകാരും നാട്ടുകാരൊക്കെ പ്രഷർ ചെയ്യുന്നുണ്ടോ നിങ്ങളെ? 10ാം ക്ലാസ്സാണ്, പഠിക്കണം, അങ്ങനെ ഇങ്ങനെ ഫുൾ A+ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ബി കൂൾ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്, ഡോണ്ട് വറി. പക്ഷേ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇത് പറയുമ്പം ശ്രദ്ധിച്ച് കേൾക്കാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റീ അടിച്ച്, ബാക്കോട്ടാണെങ്കിൽ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കൺസെപ്റ്റ്, അതൊന്നും കൂടെ കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, ഞാനും അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലുള്ള സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫർദർ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ക്ലാസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ അത് പറയാം, ഡോണ്ട് വറി. ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ട്യൂഷനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവില്ലേ? അപ്പം അത് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ എനിക്ക് എക്സ്ട്രാ ടൈം പോയി ഇരുന്ന് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇരുന്ന് കഷ്ടപ്പെടാൻ വയ്യ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു എയിമോട് കൂടിയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മളെവിടെ എത്തിയേ? എയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നതെങ്കിലോ എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിലെത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്. ഓക്കേടാ. അപ്പോൾ ഒരു ദോലനം പൂർത്തിയാക്കുന്നത് എന്താണെന്നും പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്താണെന്നും പറഞ്ഞു. നോക്കിക്കോ, ഊഞ്ഞാലാടാൻ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടിയും ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ദോലനങ്ങളുടെ എണ്ണം വ്യത്യസ്തമായതിന് കാരണം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാത്തു നിൽക്കുന്ന കുട്ടി, ഊഴം കാത്തു നിൽക്കുന്ന കുട്ടി എങ്ങനെ എണ്ണീട്ടുണ്ടാവുക? സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്ന് തിരികെ സെൻറ്ററിൽ വരുമ്പോൾ ഒരാട്ടം, പിന്നെയും ബാക്കിലോട്ട് പോയി സെൻറ്ററിൽ വരുമ്പോൾ രണ്ടാട്ടം, അങ്ങനെ അല്ലേ? ശരിയായ രീതിയിൽ ദോലനങ്ങൾ എണ്ണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഒരു വശത്തേക്ക് പോയി മറുവശത്തേക്ക് പോയി തിരിച്ച് അവിടെ തന്നെ എത്തുന്ന സമയത്താണ് ഒരു ദോലനം. നമ്മൾ മുകളിൽ പറഞ്ഞു, ഇതാ എങ്ങനെ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്? എവിടെയാടാ പറഞ്ഞത്? ഇതാ, എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. പക്ഷേ ഒരു ദോലനം എന്ന് പറയുന്നത് എപ്പോഴാണ്? എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, അടുത്ത ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടേമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ദോലന ചലനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഊഞ്ഞാലിൻ്റെ ചലനം, പിന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ചലനം, ഇതൊക്കെ ദോലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് നോക്കിക്കോ, ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയമാറ്റം ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് 1 മിനിറ്റ് സമയം? അപ്പം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുകളല്ലേ? അപ്പം ഈ 60 സെക്കൻഡിൽ എത്ര പ്രാവശ്യം ദോലനം ചെയ്യുന്നുണ്ട്? അന്നേരമല്ലേ 1 മിനിറ്റ് പൂർത്തിയാക്കുക. 60 സെക്കൻഡിൽ 60 പ്രാവശ്യം തന്നെ ദോലനം ചെയ്യണമെന്നുണ്ടോ? ഇല്ല. 1 സെക്കൻഡിൽ ഒരു വശത്തേക്ക് പോയി, രണ്ടാമത്തെ സെക്കൻഡിൽ മറുവശത്തേക്ക് പോയി, അങ്ങനെയും വരാലോ. അപ്പം ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു അളവിനും അടിസ്ഥാന യൂണിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത്, ഏതൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്തും തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാന യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ? ചിലപ്പം സമയം മിനിറ്റിലാണ്, നീളം മീറ്ററിലാണ്, പിന്നെ വേറെ എന്താ, ലെങ്ത്ത് പറഞ്ഞു, പിന്നെ മാസ് ഗ്രാമിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് അടിസ്ഥാന യൂണിറ്റിലുള്ള, ബാക്കിയെല്ലാം വേറെ വേറെ യൂണിറ്റിലല്ലേ. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണോ അടിസ്ഥാന യൂണിറ്റിലല്ലാത്തത് അത് അടിസ്ഥാന യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ, അപ്പോൾ ആ കൺവേർഷൻ പഠിക്കണം. സെൻറ്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കും, കിലോമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കും, അതൊക്കെ. അത് ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ് സമയം കൊണ്ട് 30 ദോലനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം അല്ലേ, ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം നമ്മളോട് പറഞ്ഞു 30 ദോലനങ്ങൾക്ക് 60 സെക്കൻഡ് സമയം, 1 മിനിറ്റിന് 60 സെക്കൻഡ് ആക്കിയാൽ നമ്മളോട് പറഞ്ഞു 10 പേനയ്ക്ക് 100 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആകെ പൈസ ഹരിക്കണം ആകെ എണ്ണല്ലേ ചെയ്യുക. 100/10 അല്ലേ? അതേ രീതിയിൽ 30 ദോലനങ്ങൾക്ക് 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് എന്താ? 60 സെക്കൻഡിനെ ദോലനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കാം. ഇനി നമുക്ക് അടുത്തതും ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇത് രണ്ടും ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ സമയമല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പം ഒരു ദോലനത്തിന് ആവശ്യമായ സമയം കണ്ടുപിടിക്കാൻ ആകെ സമയം ബൈ ആകെ എണ്ണം. ഇനി 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആകെ എണ്ണം ബൈ ആകെ സമയം. അതായത് എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എണ്ണത്തിന് സമയം കൊണ്ട് ഹരിക്കുക, സമയമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സമയത്തെ എണ്ണം കൊണ്ട് ഹരിക്കുക. മനസ്സിലായോ? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതേ സാധനമാണ് ഡിവൈഡഡ് ബൈൻ്റെ മുകളിൽ വരിക, അല്ലെങ്കിൽ അംശമായിട്ട് വരിക, അല്ലെങ്കിൽ
ന്യൂമറേറ്ററായിട്ട് വരിക. ഇനി ഡിനോമിനേറ്ററായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്കിവിടെ ആകെ ദോലനങ്ങളുടെ എണ്ണം ആകെ സമയമാണ് ഉണ്ടാവുക. അപ്പം ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എന്ന് പറഞ്ഞാൽ ആകെ സമയം ബൈ ആകെ ദോലനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം, ഒരു സെക്കൻഡിലാണ്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ എണ്ണം ബൈ ആകെ സമയം. കാക്ക പിന്നെ വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കണക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 30 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? ആകെ സമയത്തിന് ആകെ എണ്ണം കൊണ്ട് ഹരിക്കാം. ആകെ സമയം എത്രയാണ്? 60 സെക്കൻഡ്. സെക്കൻഡിലുള്ള സമയം നമ്മൾ എഴുതണം. SI യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട്. ഏതിൻ്റെ? ടൈമിൻ്റെ. ഇനി ആകെ സമയം ബൈ ആകെ ദോലനങ്ങളുടെ എണ്ണം എത്രയാടാ? 30. അല്ലെ 1 മിനിറ്റിൽ അല്ലെങ്കിൽ ആകെ സമയത്തിൽ അല്ലെ 60 സെക്കൻഡിൽ ആകെ ദോലനങ്ങളുടെ എണ്ണം 30. അപ്പോൾ 60 ബൈ 30 എത്രയായി? 2 സെക്കൻഡ്. അപ്പം ഈ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തിനെയാണ് നമ്മളിപ്പം ഒരു ദോലനത്തിന് ആവശ്യമായ സമയം 2 സെക്കൻഡ് എന്ന് കിട്ടി. ഓരോ പെണ്ടുലത്തിലും ഇത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏതൊരു പെണ്ടുലം എടുത്താലും അതിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തിനെയാണ് നമ്മൾ അതിൻ്റെ പിരീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരു പിരീഡ് എന്ന് പറഞ്ഞാൽ 40-45 മിനിറ്റ്. അതായത് അതിൻ്റെ സമയത്തിൻ്റെ ലെങ്ത് അല്ലേ കാണിക്കുന്നത്, സമയത്തിൻ്റെ ഡ്യൂറേഷൻ കാലയളവല്ലേ കാണിക്കുന്നത്. അപ്പോൾ പിരീഡ് എന്ന് പറഞ്ഞാൽ സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ആവശ്യമായ സമയത്തിനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് എന്ത്? പിരീഡ്. ടൈം പീരീഡ് എന്ന് നമ്മൾ പറയും, പിരീഡ് എന്നും വിളിക്കും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാടാ? ക്യാപിറ്റൽ ടി അല്ലേ? അപ്പോൾ അതിനെ ഏത് വെച്ച് സൂചിപ്പിക്കും? ടി വെച്ച് സൂചിപ്പിക്കും. ഇനി നമുക്കറിയാം സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഏതാ? സെക്കൻഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് പിരീഡ്. ഈ പിരീഡിനെ ടൈം പീരീഡ് എന്ന് നമ്മൾ വിളിക്കും. അതുകൊണ്ട് ഇതിനെ ക്യാപിറ്റൽ ടി ആണ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം. ഇനി ഇതിനെ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്, സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ഇനി ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണെന്ത്? ഇതേ പെണ്ടുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? അതല്ലേ അടുത്ത ചോദ്യം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചേ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം. ഇനി ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ? ഇവിടെ എണ്ണ കണ്ടുപിടിക്കേണ്ട. നേരത്തെ നമ്മൾ ഒന്നിനാവശ്യമായ സമയം കണ്ടുപിടിച്ചു. ഇവിടെയോ ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 1 മിനിറ്റിൽ അല്ലെങ്കിൽ 60 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആകെ എണ്ണത്തിന് ആകെ സമയം കൊണ്ട് ഹരിക്കണം. ആകെ എണ്ണത്ര ഇവിടെ 30, ആകെ സമയം 60 സെക്കൻഡ്. അപ്പോൾ 30/60 1/2. ഒന്നിനെ നേരെ പകുതിയാക്കിയാൽ അരയല്ലേ? അപ്പോൾ 0.5 വരും. എണ്ണമായതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ ആവൃത്തി എന്ന് പറയുന്നു. എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. നമ്മൾ 3 ടേംസ് പഠിച്ചേ, കൺഫ്യൂഷൻ ആവല്ലേ. ഒന്നാമത്തെ എന്താ? ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അതെന്താ? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. രണ്ടാമത്തത് പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയമാണ്. അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം ക്യാപിറ്റൽ ടി, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി മൂന്നാമത്തത് ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം. ആദ്യം സ്ഥാനാന്തരം, പരമാവധി സ്ഥാനാന്തരം. രണ്ടാമത്തത് ഒരു ദോലനത്തിന് ആവശ്യമായ സമയം, സ്ഥാനാന്തരം, സമയം, അടുത്തതോ എണ്ണം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം. അപ്പോൾ ആയതി എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരത്തിനെ സൂചിപ്പിക്കും, പിരീഡ് എന്ന് പറഞ്ഞാൽ സമയത്തിനെ സൂചിപ്പിക്കും. അടുത്തത് ആവൃത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിലുള്ള ദോലനങ്ങളുടെ എണ്ണത്തിനെ സൂചിപ്പിക്കും. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ്. ഹെർട്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. ഇതാ ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ആവൃത്തിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ മെയിനായിട്ട് നടത്തിയത്. അപ്പം ഈ തരംഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ദോലനങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ആവൃത്തിക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് യൂണിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ H സ്മോൾ z ആണ് എഴുതുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഫ്രീക്വൻസി. ഇവിടെ സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ കുറച്ചും കൂടെ പറയാനുണ്ട്. ഇനിയുള്ളതെല്ലാം സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്.
വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബേസ്, ഈ ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണം, ഈ ബേസ് നന്നായിട്ട് ഉറപ്പിക്കുക. ഇത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു ദോലനം എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താ? തുലന സ്ഥാനത്ത് നിന്ന് ഇരുവശത്തേക്കും പ്രത്യേക സമയിടവേളകളിൽ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. പിന്നെയോ ആയതി എന്ന് പറയും. ആയതി എന്ത് ചെയ്യും? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരവും യൂണിറ്റും ഓർക്കുക. അടുത്തത് ടൈം പീരീഡാണ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് വിളിക്കും. അതിൻ്റെ സൂചിപ്പിക്കുന്ന അക്ഷരവും യൂണിറ്റും ഓർത്ത് വെക്കുക. പിന്നെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കും. അതിൻ്റെ യൂണിറ്റും സൂചിപ്പിക്കുന്ന ചിഹ്നം ഓർത്ത് വെക്കുക. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഒരു നൂലും അതിൻ്റെ അറ്റത്ത് ഒരു മാസും ഒരു ബോബും ഉണ്ട്. പിന്നെയോ ഇതാണ് പെൻഡുലം ക്ലോക്ക്. പിന്നെ ഊഞ്ഞാലാട്ടത്തിൽ ഒരു ദോലനം എങ്ങനെയാണ് കറക്റ്റായിട്ട് പൂർത്തിയായി എന്ന് പറയുക എന്നുള്ളത്. തുലനസ്ഥാനം എന്താണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്താണ് ആയതി, പീരീഡ്, ആവൃത്തി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫിസിക്സ് അടിപൊളിയാക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ ക്ലാസ്സിന് ട്യൂഷന് പോകുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം നമ്മളിങ്ങനെ ഇതിപ്പം ഒരു സോഷ്യൽ മീഡിയ അല്ലേ യൂട്യൂബ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് നമ്മൾ സാധാരണ ക്ലാസ് റൂം ആണെങ്കിൽ നിങ്ങളെ മുഖം നോക്കിയാലോ അല്ലെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ മനസ്സിലാവും. അല്ലാത്തത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ടൈപ്പ് ചെയ്ത് ഇടണം. അപ്പം എന്തുണ്ടെങ്കിലും പറയുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും SSLCയിൽ എല്ലാവിധ വിജയാശംസകളും തരുന്നു. നമുക്ക് ഒന്നിച്ച് പഠിച്ച് നല്ല മാർക്ക്, നമ്മുടെ മാക്സിമം ഫുൾ A+ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് വാങ്ങണം, നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് അല്ലേ. അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ കാര്യങ്ങൾ പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. കമൻറ്റ്സ്, ലൈക്സ്, അതുപോലെ ഷെയർസ് മറക്കണ്ട. കമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്താണെങ്കിലും അറിയിക്കാൻ മറക്കില്ല. ഓക്കെ, ബൈ. സീ യു.